നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ബിജെപി പാർലം പഞ്ചായത്ത് കമ്മിറ്റി വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പസീനൻ സ്കൂളിൽ സൗഹൃദ സംഗമം നടന്നു. 1956 ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരാണ് സംഗമത്തിലൂടെ 69 വർഷത്തിനു ശേഷം ഒത്തുചേർന്നത്. ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ സ്വദേശികൾക്ക് നേട്ടം. ഡെറാഡൂണിൽ നടന്ന WKF അംഗീകൃത KIO ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തിന്റെ ജൂനിയർ ടീം കത്തയിൽ മെഡൽ നേടിയത്. വാർത്തകൾ വിശദമായി. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റി വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വിജയം നേടിയതിനു ശേഷം അടുത്തൊരു സ്റ്റെപ്പ് വിദ്യാഭ്യാസത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന വലിയൊരു യുവ ടീം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ വിദ്യാഭ്യാസത്തോടുകൂടി ഉന്നത വിജയം നേടേണ്ട കുറച്ച് ബാലികാബാലന്മാരുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാനുള്ളൂ. ജീവിത വിജയം നേടാൻ വലിയ സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ആ സ്വപ്നങ്ങളെ ചെലവഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ, ആ പ്രയത്നമാണ് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള ചൂണ്ടുപലക എന്നുള്ള ബോധ്യം എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും വേണം. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അർഹരായ കുട്ടികൾക്കുള്ള പുസ്തക വിതരണവുമാണ് ചടങ്ങിൽ നടന്നത്. പാർലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. VN രാധാകൃഷ്ണൻ, സുബീഷ് കൊന്നയ്ക്കപ്പറമ്പിൽ, പ്രദീപ് വാണപ്പറമ്പിൽ, ഷാജി കളരിക്കൽ, അനിത പ്രസന്നൻ, ലിജീവ് പയ്യപ്പാട്ട്, ഡാലി ബിനോയ്, നിതീഷ് കണിയത്ത്, ബിബിൻ പറവത്ത്, ബാസി കൂടത്തിൽ, VG ബൈജു, MSME ട്രെയിനർ അശോക് P ദാസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പസീനൻ സ്കൂളിൽ സൗഹൃദ സംഗമം നടന്നു. 1956 ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരാണ് സംഗമത്തിലൂടെ 69 വർഷത്തിനു ശേഷം ഒത്തുചേർന്നത്. 84-90 വയസ്സിനുള്ളിൽ പ്രായമുള്ളവരാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒത്തുചേർന്നത്. 2022 ഇവരുടെ ആദ്യ സംഗമം നടത്തിയത്. ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ സ്വദേശികൾക്ക് നേട്ടം. ഡെറാഡൂണിൽ നടന്ന WKF അംഗീകൃത KIO ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തിന്റെ ജൂനിയർ ടീം കത്തയിൽ മെഡൽ നേടിയത്. തൃശൂർ സ്വദേശികളായ PS അഭിനവ്, MS ശ്രീലാൽ, A അശ്വിൻ എന്നിവരാണ് വെങ്കല മെഡൽ നേട്ടം കൈവരിച്ചത്. സെൻസൈ ജിബിൻ ലാലിന്റെ നേതൃത്വത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. കല്ലൂരിലെ അപകടവളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 10:30 അപകടം. കല്ലൂർ നായരങ്ങാടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. കാറിന്റെ ഒരു ഭാഗം കാനയിൽ വീണ നിലയിലാണ്. കല്ലൂർ സ്വദേശി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഭാഗത്തെ റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട്. നിരവധി അപകടങ്ങളാണ് അടുത്ത കാലത്തായി ഇവിടെ സംഭവിച്ചത്. മുൻപുണ്ടായ അപകടത്തിൽ തകർന്ന കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല.
കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ റോഡാണിത്. കൊടും വളവുള്ള ഈ ഭാഗത്ത് റോഡ് ചെരിഞ്ഞ രീതിയിൽ നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട്. റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു. ഒല്ലൂർ കോർപ്പറേഷൻ ലൈബ്രറി അകം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ വിവർത്തനത്തിന്റെ 100 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും പുതിയതായി രൂപീകരിച്ച അകം സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും ഞായറാഴ്ച കോർപ്പറേഷൻ സോണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രന്ഥശാലയുടെയും അകം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഞായറാഴ്ച 15-ാം തീയതി 4 മണിക്ക് കോർപ്പറേഷന്റെ പുതിയ സോണൽ ഹാളിൽ ആ സെമിനാർ നടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ പ്രശസ്ത എഴുത്തുകാരൻ വസന്തൻ മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അനുബന്ധമായിട്ട് എഴുത്തുകാരായിട്ട് പങ്കെടുക്കും. ലൈബ്രറി അറിയാലോ, അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഐക്യ കേരള പിറവിയോടൊപ്പം തന്നെ രൂപം കൊണ്ടതാണ് നമ്മുടെ ഗ്രന്ഥശാല. ഇത്തരം പരിപാടി സാംസ്കാരിക പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. മറിച്ച് അത് പുസ്തകങ്ങൾ വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ അടുത്താണ് ലൈബ്രറി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങി. നിശബ്ദമായിട്ടാണെങ്കിൽ തന്നെ ഒരു ലൈബ്രറിയുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്ത് വാണിശ്ശേരി ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോളൂരിൻ്റെ സവിശേഷമായ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അടക്കം നമുക്ക് ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രസരണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്കല്ല, സാംസ്കാരികമായ ഇടപെടൽ, അതായത് നമ്മുടെ എല്ലാ മേഖലയിലും വ്യാപിച്ചു നിൽക്കുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഇടപെടൽ ഇതുപോലുള്ള എഴുത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും ഒക്കെയുള്ള എല്ലാവിധ രൂപങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിലൊരു ആദ്യ പടി എന്നോണമാണ് നമ്മൾ ഇപ്പോൾ നാളെ ഈ ഒരു പ്രോഗ്രാം പാവങ്ങളെന്ന വിഖ്യാത കൃതിയുടെ മലയാള വിവർത്തനത്തിന് 100-ാം വർഷം ആചരിച്ചുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക ചരിത്രകാരനായ പ്രധാനപ്പെട്ട സാംസ്കാരിക ചരിത്രകാരനായ ഡോക്ടർ എസ് കെ വസന്തൻ പ്രഭാഷണം നടത്തുന്നത്. അതോടൊപ്പം കോർപ്പറേഷൻ ലൈബ്രറി അകം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 4-ന് കോർപ്പറേഷൻ സോണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സെമിനാറും പുതിയതായി രൂപീകരിച്ച അകം സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ കൌൺസിലറും അകം സാംസ്കാരിക വേദി രക്ഷാധികാരിയും ലൈബ്രറി പ്രസിഡന്റുമായ CP പോളി അധ്യക്ഷത വഹിക്കും. സാഹിത്യ പുരസ്കാര ജേതാവ് ലിസി, നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ, അകം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡോ ജോൺ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് P ഭാസ്കരൻ മാഷിന്റെ അനശ്വര ഗാനങ്ങളുടെ ആലാപനമുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ അകം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡോ ജോൺ, എക്സിക്യൂട്ടീവ് മെമ്പർ രാജീവ് മങ്ങാട്ട്, സെക്രട്ടറി A ജോസ്, കോർപ്പറേഷൻ ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ജയൻ C ചിറ്റാട്ടിൽ, അകം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. CPIM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് തിങ്കളാഴ്ച സമർപ്പിക്കും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവിടെ ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് കെട്ടിടവും എല്ലാ സംവിധാനത്തോടുകൂടി അവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനവും 16-ാം തീയതി CPIMന്റെ പോർട്ടുകളുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടന ചടങ്ങിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് PK ബിജു, സംസ്ഥാന കമ്മിറ്റി മെമ്പറും ജില്ലാ സെക്രട്ടറിയായ KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ SC മൊയ്നി, MM വർഗീസ്, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കൺവീനർ കൂടിയായ PK ചന്ദ്രശേഖരൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്.
തൃപ്രയാർ പോളിടെക്നിക്കിന് വടക്കു ഭാഗത്തായി ഈസ്റ്റ് ടെപ്പു സുൽത്താൻ റോഡിന് സമീപത്താണ് പുതിയ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃപ്രയാർ TSGA ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ MA ഹാരിസ് ബാബു, ചെയർമാൻ PM അഹമ്മദ്, ട്രഷറർ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KR സീത, TS മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട BRCയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KS ബിജി അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, SMC ചെയർമാൻ സുദേവൻ, സീനിയർ അസിസ്റ്റന്റ് K ശ്രീലത, സ്റ്റാഫ് സെക്രട്ടറി P സമീന തോമസ്, ക്രിയേറ്റീവ് കോർണർ കോർഡിനേറ്റർ PS സുരേഷ്, സെലസ് എന്നിവർ സംസാരിച്ചു. ഗണിതശാസ്ത്ര ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി 4 മേശകൾ കുട്ടികൾ നിർമ്മിച്ചു. ബാലഗോകുലം ഇരിങ്ങാലക്കുട ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃപ്രയാർ രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കും. കലാപ്രതിഭ പൗർണമി ലാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനം 15 വർഷത്തിന് ശേഷം തൃപ്രയാർ നടക്കുകയാണ്. ആദരണീയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമുണ്ട്. പ്രസിദ്ധമായുള്ള ഈ ക്ഷേത്ര പരിസരത്ത് ജില്ലാ സമ്മേളനം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. തികച്ചും സംഘടനാപരമായ ഒരു പരിപാടിയാണ് നമ്മൾ നടത്താറ്. ശ്രീവർഷം കുറച്ച് വിപുലമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ ജില്ലാ അധ്യക്ഷൻ സോമനാഥൻ, പിന്നെ സംസ്ഥാന ജില്ലാ ചുമതലകളൊക്കെ പങ്കെടുത്തു. ബാലവർഗത്തിൻ്റെ പ്രോഗ്രാംഗങ്ങൾ A+ നേടിയ SSLCയും അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുണ്ടാവും. അതോടൊപ്പം തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയായുള്ള പ്രജിത്ത് മാഷാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് കപിലാശ്രമത്തിൻ്റെ മഠാധിപതി സ്വരൂപാനന്ദ സ്വാമിയാണ്. പിന്നെ നമ്മുടെ സ്വാസംഘത്തിൻ്റെ ചെയർമാൻ ദിനേശ് രാജ, ബാലവളത്തിൻ്റെ ജില്ലാ രക്ഷാധികാരിയായ ഉഷ കേശവരാജ്, ഇവരെല്ലാം ചടങ്ങുകൾ സംബന്ധിക്കുന്നു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. ജില്ലാ അധ്യക്ഷൻ PI സോമനാഥൻ അധ്യക്ഷത വഹിക്കും. ഉത്തരമേഖലാ സെക്രട്ടറി NV പ്രജിത്ത് മുഖ്യപ്രഭാഷണം നടത്തും. തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ, ദിനേശ് രാജ തുടങ്ങിയവർ പങ്കെടുക്കും. പൊതുസഭയ്ക്ക് ശേഷം 5 ഗോകുല താലൂക്കുകളെ പ്രതിനിധീകരിച്ച് 150 പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ബാലസമിതി അധ്യക്ഷൻ സത്ലജ്, കാര്യദർശി മാളവിക, ചെയർമാൻ ദിനേശ് രാജ, സുനിൽകുമാർ, വിജയൻ നമ്പിക്കടവ് എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും നാളെ നടക്കും. വാടാനപ്പള്ളിയിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മുതൽ രാത്രി 10 വരെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെയാണ് ചടങ്ങ് നടക്കുക. അന്നേ ദിവസം വാടാനപ്പള്ളി യൂണിറ്റിലെ വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ അബ്ദുൾ ജബ്ബാർ അറക്കൽ, പ്രസിഡന്റ് A അബ്ദുൾ ജബ്ബാർ, ജനറൽ സെക്രട്ടറി VR അരുണൻ, ട്രഷറർ PA മൊയ്തീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മർച്ചന്റ് അസോസിയേഷന്റെ 50ാം വാർഷികം ഗോൾഡൻ ജൂബിലി ദിനമായി ആചരിക്കുകയാണ്. വാടാനപ്പള്ളി ധന്യ റിസോർട്സിൽ കാലത്ത് 9 മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് യോഗം ആരംഭിക്കും. 10 മണിക്ക് തുടങ്ങുന്ന പൊതുസമ്മേളനം വ്യാപാരികളുടെ വാർഷിക പരിപാടികളും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ സൊസൈറ്റിയുടെ വെൽഫെയർ സൊസൈറ്റിയുടെ യോഗം ആരംഭിക്കും. വെൽഫെയർ സൊസൈറ്റിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ അതിലൂടെ അവതരിപ്പിക്കുകയും അതിനുശേഷം 4 മണിക്ക് വ്യാപാരികളുടെ കുടുംബ സംഗമം, കുടുംബാദികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. ബഹുമാനായ കേരള റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ സാർ അവர்களാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ
സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര മുഖ്യ അതിഥിയായിരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലയുടെ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അതുകൂടാതെ ബഹുമാനായ നമ്മുടെ മണലൂർ MLA ഈ പരിപാടിയുടെ വിശിഷ്ട അതിഥിയായിരിക്കും. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. സ്കൂട്ടർ യാത്രികനായ പാഞ്ഞാൾ സ്വദേശി 50 വയസ്സുള്ള സുബ്രഹ്മണ്യൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി സെന്ററിൽ വെച്ച സുബ്രഹ്മണ്യൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിന്ന് പുക വരികയും തുടർന്ന് കത്തുകയുമായിരുന്നു. ഉടനെ ബൈക്ക് നിർത്തി ഇദ്ദേഹം ചാടിയിറങ്ങുകയായിരുന്നു. നാട്ടുകാർ നോക്കി നിൽക്കെയാണ് സ്കൂട്ടർ കത്തി അമർന്നത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി. ഷൊർണൂരിൽ നിന്നും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീയണച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കമ്മിറ്റി രൂപീകരണ യോഗം ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ചേർപ്പ് പണിക്കശ്ശേരി ഗംഗാധരന്റെ ഭാര്യ ശാരദ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. PG ജനാർദ്ദനൻ, PG ഉണ്ണികൃഷ്ണൻ, സാവിത്രി, ഇന്ദിര, രഘു, സൂരജ, പരേതയായ സുനിത എന്നിവർ മക്കളും, പുഷ്പ, ലത, ശങ്കരൻകുട്ടി, അനിലൻ, മിനി, PB സുനി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റി വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സീനൻ സ്കൂളിൽ സൗഹൃദ സംഗമം നടന്നു. 1956 ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരാണ് സംഗമത്തിലൂടെ 69 വർഷത്തിനു ശേഷം ഒത്തുചേർന്നത്. ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ സ്വദേശികൾക്ക് നേട്ടം. ഡെറാഡൂണിൽ നടന്ന WKF അംഗീകൃത KIO ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തിന്റെ ജൂനിയർ ടീം കത്തയിൽ മെഡൽ നേടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.